السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാഫാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫുർഖാനിലെ 19 ആയത്ത് വരെയാണ് അൽഹംദുലില്ലാ നമ്മൾ പൂർത്തിയാക്കിയത്. അതായത് സത്യനിഷേധികളായ ആളുകൾ, അല്ലാഹുവല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുന്നവരും ഇബാദത്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും നാളെ മഹ്ശറയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഇബാദത്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ആളുകൾ, ഈസാ നബി അലൈഹിസ്സലാമിനെ പോലൊത്ത ഈ കാലഘട്ടത്തിൽ മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ആളുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, നിങ്ങളാണോ എൻ്റെ അടിമകളെ വഴിപിഴപ്പിച്ചത്? ആ സമയത്ത് അവർ കൊടുക്കുന്ന മറുപടിയായിരുന്നു എന്ത്? ഇല്ല റബ്ബേ, നമ്മളല്ല. നീ അവർക്ക് ഒരുപാട് നിഅമത്തുകൾ കൊടുത്തല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ചൊരിഞ്ഞു കൊടുത്തു, അതുകൊണ്ടാണ് അവർ നിന്നിൽ നിന്ന് തെറ്റിപ്പോയത്, നമ്മളല്ല എന്ന് അവർ ഉത്തരം പറയൂ നാളെ പരലോകത്ത്. അതുമാത്രമല്ല, അവസാനം ഒന്നുമില്ലാതെ അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന്. ആരാണോ അല്ലാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്തിട്ടുള്ളത്, അത് മരത്തെയാകട്ടെ, കല്ലിനെയാകട്ടെ, മൂർത്തിയെയാകട്ടെ, ലിംഗത്തെയാകട്ടെ, വേണ്ട മയ്യത്തിനെയാകട്ടെ, ഖബറിനെയാകട്ടെ, എന്തു ആകട്ടെ, അവർക്ക് വമ്പിച്ച വലിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇനി സഹോദരങ്ങളെ, 20-ാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ നമ്മൾ പഠിച്ചതായ ഏകദേശം 7-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ ആയത്തുള്ളത്. അതായത് സത്യനിഷേധികളായ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അവർ ജനങ്ങളെ ബ്രെയിൻ വാഷ് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിച്ചു, അല്ലെ? റസൂൽ സാഹിറാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു വാക്കാണെന്ത്? റസൂൽ നടക്കുകയോ, നടന്നുകൊണ്ട് മാർക്കറ്റിലേക്ക് വരികയോ, റസൂൽ ഭക്ഷണം കഴിക്കോ എന്ന രൂപത്തിൽ അവർക്കറിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? ജനങ്ങളെ റസൂലിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുവാൻ ശ്രമിച്ചു. അതിനുള്ള മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 20-ാമത്തെ ആയത്തിൽ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓത്ത് കേട്ട് ചെറുതായ രൂപത്തിൽ വിശദീകരിക്കാം. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. വമാ അർസൽന, നാം അയച്ചിട്ടില്ല, ഖബ്ലക, നിനക്ക് മുമ്പ്, മിനൽ മുർസലീന, മുർസലീങ്ങളിൽ നിന്ന്. അതായത് ഒരു റസൂലുമാരെയും ഒരു പ്രവാചകനെയും നിനക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. എന്തല്ലാതെ, ഇല്ല ഇന്നഹും, തീർച്ചയായും അവരല്ലാതെ, ലയകുലൂന ത്വആമ, ഭക്ഷണങ്ങൾ കഴിക്കുന്നവരല്ലാത്ത നിലക്ക് ഒരു മുർസലീങ്ങളെയും
ഒരു റസൂലുമാരെയും നിനക്ക് മുമ്പ് നാം നബിയെ അയച്ചിട്ടില്ല. വയംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടിയിലേക്ക് നടന്നു പോകുന്നതായ റസൂലുമാരെയല്ലാതെ നിനക്ക് മുമ്പ് നബിയെ നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആ രൂപത്തിൽ പരിഹസിക്കുമ്പോൾ, ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ, ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുമ്പോൾ കൃത്യമായി തന്നെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മുഹമ്മദേ, റസൂലെ, നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായ ഒരു വിഷയമല്ല എന്ത് ഭക്ഷണം കഴിക്കുക എന്നത്, അങ്ങാടിയിലേക്ക് ആവശ്യത്തിന് വേണ്ടി നടന്നു പോവുക എന്നത്, ജോലിയെടുക്കുക എന്നത്. മുമ്പ് കഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും നാം ഈ രൂപത്തിൽ തന്നെ അങ്ങാടിയിലേക്ക് നടന്നു പോകുന്ന, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരുടെ രൂപത്തിലാണ് നമ്മൾ അയച്ചത് എന്ന് കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയത്തിന് മറുപടി നൽകുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 1,24,000 സംതിങ് നബിമാരെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ വന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ഇവരൊക്കെ വന്നതിൻ്റെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമാണ്. അത് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, നമ്മൾ തീർച്ചയായും നിയോഗിച്ചു ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും, എല്ലാ ജനവിഭാഗത്തിൽ പെട്ട ആളുകൾക്കും നാം നിയോഗിച്ചിട്ടുണ്ട്. ആരെ? റസൂലുമാർ, ദൂതന്മാരെ, അല്ലേ? ദീനെത്തിക്കുന്ന, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന, ഹിക്മത്ത് പറഞ്ഞു കൊടുക്കുന്ന നബിമാരെ, റസൂലുമാരെ അയച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? അനിഅ്ബുദുല്ലാഹ. സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കുക. അവരൊക്കെ പറഞ്ഞു കൊടുത്തത് എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ എന്നതാണ്. ദുർമൂർത്തികളെ വെടിയൂ, ബിംബങ്ങളെ വെടിയൂ, മറ്റുള്ള എല്ലാ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തുവിനെയും നിങ്ങൾ വെടിയൂ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ സന്ദേശവുമായാണ് എല്ലാ റസൂലുമാരെയും അല്ലാഹു ഓരോ സമുദായത്തിലേക്കും നിയോഗിച്ചത് എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തത് വജ്തനിബു താഗൂത്ത്, നിങ്ങൾ താഗൂത്തിനെ, നിങ്ങൾ എല്ലാ വ്യാജ ദൈവങ്ങളെയും വെടിയൂ എന്ന് സന്ദേശവുമായി കൊണ്ടാണ് ഓരോ റസൂലുമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മർമ്മപ്രധാനമായ വിഷയമാണ് തൗഹീദ്. മർമ്മപ്രധാനമായ വിഷയമാണ് തൗഹീദ്. തൗഹീദ് വിട്ടുകൊണ്ട് ഒരു കളിയുമില്ല എന്ന തീരുമാനമെടുക്കാൻ മുവഹിദീങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആനിൽ എവിടെ എടുത്തു നോക്കിയാലും സഹോദരങ്ങളെ തൗഹീദിന്റെ വചനങ്ങളാണ് ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നിട്ട് പോലും പല ആളുകൾ ഖുർആനിന്റെ ആശയവും അർത്ഥവും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സ്വന്തം യുക്തിക്കാണോ? അല്ല, ഫഹ്മു സ്വഹാബ, സ്വഹാബികൾ എങ്ങനെയാണോ ഖുർആൻ മനസ്സിലാക്കിയത്, സുന്നത്ത് മനസ്സിലാക്കിയത്, അതേ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സലഫുസ് സാലിഹീങ്ങളെ ചര്യയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇന്ന് നമുക്കറിയാം, ഇസ്ലാം വാദിക്കുന്നവനും ഖുർആന്റെ ആയത്ത് ഉദ്ധരിക്കും, അല്ലാത്തവനും ഖുർആന്റെ ആയത്ത് ഉദ്ധരിക്കും, അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു സീസണിലേക്കാണ്, അല്ലേ? നബിദിനം ആഘോഷിക്കരുത്, അങ്ങനത്തെ ഒരു ആഘോഷം ഇസ്ലാമിലില്ല, അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആളുകൾ ഖുർആനിന്റെ ആയത്ത് അതിന് ദലീലായി ഉദ്ധരിക്കും. ഏതാണ് ആയത്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, വബിറഹ്മതിഹി,
അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന്. അപ്പോൾ ഇവിടെ ഫളിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആനാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫല്യഫ്റഹൂ, നിങ്ങൾ സന്തോഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ റഹ്മത്തായ റസൂലിന്റെ നബിദിനം ആഘോഷിക്കുന്നത് എന്ന്. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്വന്തം യുക്തിക്കനുസരിച്ചാണോ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. ഫഹ്മു സ്വഹാബ, സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി അങ്ങനെയാണ്. റസൂൽ റഹ്മത്താണ് എന്നതിൽ സംശയമുണ്ടോ? ഇല്ല. റഹ്മത്തായ നിലക്കാണ് റസൂൽ അയച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആയത്ത് ആർക്കാ ഇറങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിദിനം ആഘോഷിച്ചോ? പല ആളുകളും പറയും, എങ്ങനെ റസൂൽ നബിദിനം ആഘോഷിക്കാം? റസൂലിന്റെ ജന്മദിനം റസൂൽ ആഘോഷിക്കേ? അതൊന്നും നടക്കുന്ന കേസല്ല. വേണ്ട. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കാണ് ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ചത്? സ്വഹാബികൾക്കല്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനം ആഘോഷിച്ചതായ ഒരു ദലീൽ, സ്വഹീഹായ ദലീൽ കാണിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരുപാട് സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഏകദേശം 39-40 വർഷക്കാലം നബിന്റെ വഫാത്തിന് ശേഷം ജീവിച്ചു എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് റഹ്മത്ത് എന്ന നിലക്ക്, ഫല്യഫ്റഹു എന്ന നിലക്ക് നബിദിനം ആഘോഷിച്ചതായ ഒരു ദലീൽ ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ അള്ളാഹു തന്ന വലിയൊരു ഫളിലാണ്, അല്ലേ? അള്ളാഹുവിന്റെ ഹിദായത്ത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സന്തോഷിക്കണം. അള്ളാഹു ഹിദായത്തിലാക്കി, അല്ലേ? ഖുർആനിന്റെ ആളുകളാക്കി എന്നത് സന്തോഷമുള്ള കാര്യമാണ്. റഹ്മത്തിൽ 2 തഫ്സീറുകൾ കാണുവാൻ സാധിക്കും. ഒന്ന്, റഹ്മത്ത് അത് ഇസ്ലാമാണ്, 2 റസൂലാണ് എന്നത്. അപ്പോൾ റസൂൽ നമ്മുടെ പ്രവാചകനായി റസൂൽ അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചു. അതേ രൂപത്തിൽ രണ്ടാമത്തത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്, മുവഹിദായി ജീവിക്കാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷമാണ്, അല്ലേ? സ്വർഗത്തിന്റെ ആളുകളാണ്. അങ്ങനെ സന്തോഷിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, അല്ലാതെ നബിദിനം ആഘോഷിക്കാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല എന്ത് നടക്കുക, അതേ രൂപത്തിൽ ഭക്ഷണം കഴിക്കുക എന്നത്. എല്ലാ നബിമാരെയും ഈ നിലക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അയച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജഅൽനാ ബഅദക്കും, നാം ആക്കിയിട്ടുണ്ട്, ബഅദുക്കും നിങ്ങളിൽ ചിലരെ, ലിബഅദിൻ മറ്റു ചിലർക്ക്, ഫിത്നതൻ ഫിത്നയായിക്കൊണ്ട്, കുഴപ്പമായിക്കൊണ്ട്. അതായത് നബിമാരെ സംബന്ധിച്ചിടത്തോളം അതേ രൂപത്തിൽ പ്രബോധകരായ ദീന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്ജസ്റ്റ്മെന്റും കാണിക്കാതെ യഥാവിധി ദീന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, ഖുർആനും സുന്നത്തും അതേപോലെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഫിത്നയായിരിക്കും. ഒരുപാട് ഫിത്നകൾ, ഒരുപാട് പ്രയാസങ്ങൾ ഈ ദുനിയാവിലുണ്ടാകും, ഒരുപാട് കുഴപ്പങ്ങൾ ഈ ദുനിയാവിലുണ്ടാകും. പല ആളുകളും വിരോധവുമായി വരും, പല ആളുകൾ എതിരെ പല വിമർശനങ്ങളുമായി വരും. ആ സമയത്ത് അള്ളാഹു പറയാണ്, അതസ്ബിറൂന, നിങ്ങൾ സഹിക്കുമോ, നിങ്ങൾ സബുറെടുക്കുമോ എന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഇവിടെ ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ യഥാവിധി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ പറഞ്ഞു കൊടുക്കും. പല ആളുകൾ വിമർശനയായി വരും, പല ആളുകളും എതിർത്തു വരും, പല ആളുകൾ പല രൂപത്തിൽ വിമർശിക്കും. പലപ്പോഴും നമുക്കെന്താവും? സങ്കടമുണ്ടാകും, വിഷമമുണ്ടാകും. ആളുകളുടെ കയ്യിൽ നമ്മളെ ചീത്ത പറയുമ്പോൾ, ആളുകളുടെ കയ്യിൽ വേദനിപ്പിക്കുമ്പോൾ പലപ്പോഴും നബിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെയുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും? വേദനയുണ്ടാകും, വിഷമമുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയാൻ, അതസ്ബിറൂന, ഇതൊക്കെ എന്തിനാണ്?
നിങ്ങൾ സബറെടുക്കുമോ, നിങ്ങൾ സഹിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. വകാന റബ്ബുക, തീർച്ചയായും നിന്റെ റബ്ബ് ബസീറാ, എല്ലാം വീക്ഷിക്കുന്നവനാണ്, കണ്ടറിയുന്നവനാണ്. അള്ളാഹു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദീന് പറഞ്ഞു കൊടുക്കും പല ആളുകളും, കുടുംബക്കാരാകട്ടെ നാട്ടുകാരാകട്ടെ, പല ആളുകളും പല രൂപത്തിൽ നമ്മൾ ചീത്ത പറഞ്ഞേക്കാം, ഉപദ്രവിച്ചേക്കാം, കളിയാക്കിയേക്കാം, മണ്ടനാണെന്ന് പറഞ്ഞേക്കാം, ജാഹിലാണെന്ന് പറഞ്ഞേക്കാം, വഞ്ചകനാണെന്ന് പറഞ്ഞേക്കാം. പല രൂപത്തിലും നമ്മളെ അവരെന്ത് ചെയ്യും? കളിയാക്കും, പരിഹസിക്കും. അല്ലേ? ചില ആളുകൾ ചിലർക്ക് ഫിത്ന ഉണ്ടാക്കും. ആ സമയത്ത് എന്തിനാണ്? അതസ്ബിറൂന, നിങ്ങൾ സബറെടുക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വകാന റബ്ബുക ബസീറാ, തീർച്ചയായും നിന്റെ റബ്ബാരാൻ വീക്ഷിക്കുന്നവനാണ് എന്ന് കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആയത്തുകൾ തുടർച്ചയായി നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ചതായ ഇൽമ് അതിനെ ആഫിയായ ഇൽമാക്കി മാറ്റട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.